എല്ലാവർക്കും നമസ്കാരം. ഈയിടെ വൈറലായിട്ടുള്ളൊരു ഡയലോഗുണ്ട്. നിവിൻ പോളി കഥാപാത്രമായ ഒരു സിനിമയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സാഹിത്യത്തിൽ എല്ലാവരും അവനവൻ്റെതായ വഴി ഒറ്റയ്ക്ക് വെട്ടി വന്നവർ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. ഈ വഴികൾ പലപ്പോഴും ഒരേ റോഡ് തന്നെയാവുന്നു എന്നുള്ളത് മാത്രമേ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതുകൊണ്ടായിരിക്കാം റോബർട്ട് ഫ്രോസ്റ്റ് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ഒരു കവിതയൊക്കെ എഴുതാനുള്ള ഒരു പ്രചോദനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ഇവിടെ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നോവലിലെ മറുവഴികളെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാംസ്കാരിക ഭാരം കണക്കിലെടുക്കുമ്പോൾ ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട്, ഒരു വീട്ടിൽ ഒരു 2.5 എഴുത്തുകാരുണ്ടാവും. ഒരച്ഛനുണ്ടാവും, ഒരച്ഛൻ സാഹിത്യകാരൻ, ഒരമ്മ സാഹിത്യകാരൻ, ഒരു കുട്ടി സാഹിത്യകാരി അല്ലെങ്കിൽ സാഹിത്യകാരൻ, ബാലസാഹിത്യം. നല്ലതാണ്, അക്ഷരങ്ങളിങ്ങനെ പെരുമഴ പോലെ നിറയുകയാണ്, നല്ല കാര്യം. ഈ പുസ്തകങ്ങളെല്ലാം, ഈ സാഹിത്യമെല്ലാം, ഈ കഥയെല്ലാം, കവിതയെല്ലാം, നോവലെല്ലാം ആത്യന്തികമായി വായനക്കാർക്ക് എന്ത് നൽകുമെന്നുള്ള വലിയൊരു ചോദ്യമാണ്. അതുമാത്രമല്ല, ഇത് സാഹിത്യ ചരിത്രത്തിൽ എവിടെ അടയാളപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അപ്പം നമ്മൾക്ക് ഇവിടെ നോവലിലെ മറുവഴികളെക്കുറിച്ച്, കുറുവഴികളെക്കുറിച്ച്, ചില അരുതും അരുതാത്തതുമായ വഴികളെക്കുറിച്ച് ഒക്കെ സംസാരിക്കണം. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ആത്മഛായയ്ക്ക് ശേഷം 11 വർഷത്തിന്, ആത്മഛായ പ്രസിദ്ധീകരിച്ച് 11 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സുസ്മേഷ് വഴിച്ചണ്ടയായിട്ട് വരുന്നത്. ഒരു നോവലിസ്റ്റ് അയാളുടെ പ്രോഡക്റ്റ്, അയാളുടെ സാഹിത്യ സംഭാവന വായനക്കാർക്ക് കൊടുക്കുമ്പോൾ എന്താണ് സത്യത്തിൽ ആ നോവലിസ്റ്റ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ എല്ലാവർക്കും നമസ്കാരം. ഇതിൽ വായനക്കാർ അല്ലെങ്കിൽ പ്രസാധകൻ, എഴുത്തുകാരൻ എന്നൊന്നും ഈ പ്രോസസ്സിൻ്റെ ഇടയിലില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ തന്നെ എങ്ങനെ പുതുക്കാമെന്നുള്ളതാണ്. തൊട്ട് മുൻപ് ചെയ്തു വെച്ചതിൽ നിന്ന് 1 ഇഞ്ചെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ? അത് എല്ലാ വിധത്തിലും, ആഖ്യാനത്തിലും, ഭാഷയിലും, അതിൻ്റെ ക്രാഫ്റ്റിലും, അങ്ങനെ സകല കാര്യത്തിലും നമുക്ക് ഒരു പുസ്തകത്തിൻ്റെ രചനയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ, സ്വയം നവീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രം നോക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരിക്കലും വായനക്കാരെ മുന്നിൽ കാണുന്നില്ല, ഞാൻ കാണുന്നില്ല, പ്രസാധകരെ കാണുന്നില്ല, അതിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ബഹുമതികൾ കാണുന്നില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒന്നും നമ്മളെ പ്രലോഭിപ്പിക്കുന്നില്ല. നമ്മുടെ മുൻപിൽ നമ്മളും നമ്മുടെ കഥാപാത്രങ്ങളും ആ കഥാ പശ്ചാത്തലവും മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നോവൽ ചെയ്യുമ്പോഴും കഥ ചെയ്യുമ്പോഴും ഒക്കെ ഒരേപോലെയാണ്. ഫിക്ഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നമ്മളെ സ്വയം എങ്ങനെ നവീകരിക്കാം, നമ്മുടെ എഴുത്തിലൂടെ നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഷീല ടോമിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആദ്യത്തെ നോവൽ വല്ലി, വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ, എനിക്ക് തോന്നുന്നു അതിൽ 90% വല്ലി ഷീല തന്നെയായിരിക്കാം. ഷീല പരിചയിച്ച ചുറ്റുപാടുകളെല്ലാം അതിലുണ്ട്. പക്ഷേ അതിൽ നിന്നും മാറി വല്ലി പരിചയിച്ച സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക പശ്ചാത്തലങ്ങളെല്ലാം മാറ്റിയിട്ടാണ് ആ നദിയോട് പേര് ചോദിക്കരുത് തീർച്ചയായിട്ടും ഇസ്രായേലിലേക്കും മറ്റേ പെലേത്ത് ലൈഫിലേക്കും ഒക്കെ പോകുന്നൊരു മനോഹരമായ മറ്റൊരു സൃഷ്ടി വരുന്നു. മുമ്പ് എഴുതി വെച്ചതിനെ കഴിഞ്ഞ് നേരത്തെ ഞാനും സുസ്മേഷ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുസ്മേഷ് പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, എഴുതി കഴിഞ്ഞ പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെ അതിൻ്റെ പേജ് ഞാൻ മറിച്ചിടുന്നേ ഇല്ല, ഞാൻ നോക്കുന്നേ ഇല്ല, അതെനിക്ക് ആവശ്യമില്ല എന്നുള്ളത്. അതേപോലെ തന്നെ മറുവഴികൾ, ആഖ്യാനത്തിൽ മറുവഴികൾ തേടുന്ന സമയത്ത് നമ്മളൊരു സ്റ്റീരിയോ ടൈപ്പായി പോവാതെ, നമ്മളെ ഒരു പ്രത്യേക തീമിൽ നമ്മളെ കുടുക്കിപ്പെടാതെ, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സംവിധായകർക്കാന്ന് തോന്നുന്നു ആ ഭാരമുള്ളത്, അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകൻ, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് സിനിമകളുടെ ഹിറ്റ് മേക്കർ എന്നൊക്കെ പറയുന്ന ചില എന്താണ് പറയുക വിശേഷണങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് സത്യത്തിൽ എഴുത്തുകാർക്കും ബാധകമായി മാറാറുണ്ട്. പക്ഷെ അവിടുന്ന് കുതറി മാറാനുള്ള ശ്രമങ്ങളാണ് അടുത്തതെന്ത് എന്നുള്ള ചിന്തയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഷീല എങ്ങനെയാണ് ഇതിലേക്കൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കുന്നത്? വലിയിൽ നിന്നും മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഷീലയ്ക്ക് വലിയൊരു ജീവിത പരിചയമുണ്ട്. അത് വയനാട്ടിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, വിദേശത്തായിക്കോട്ടെ. അപ്പം അതിലെ ലൈഫിലെ ഒബ്സർവേഷനും
ഷീല ഇത്രയും കാലം വായിച്ച അല്ലെങ്കിൽ പരിചയിച്ച നേടിയ അറിവുകളും പുറത്തു നിന്നും കണ്ടു നിന്ന ഒരു ജീവിതവും ഒക്കെ ആ നദിയോട് പേര് ചോദിക്കൽ എന്ന് പറയുന്ന നോവൽ കൃത്യമാണ്. അപ്പം എങ്ങനെയാണ് ഈ മറുവഴിയിലേക്ക് തേടുന്നത്? ഇതുകൊണ്ട് ആത്യന്തികമായി വായനക്കാർക്ക് എന്ത് ലഭിച്ചു എന്നതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് മാതൃഭൂമിയുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇവിടെ പ്രിയപ്പെട്ട എഴുത്തുകാരോടൊപ്പം ഇവിടെ വന്നിരിക്കാൻ സാധിച്ചതിൽ. ഇപ്പം നോവലിൻ്റെ മറുവഴികൾ സുസ്മേഷ് പറഞ്ഞ പോലെ ഓരോ കൃതിയും നമ്മളെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വലിയ എഴുതി കഴിയുമ്പോൾ വലിയ എഴുതാൻ തുടങ്ങിയ ഒരു ശീലയല്ല വലിയ എഴുതി തീർന്നപ്പോൾ അവസാനിച്ചത് അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടത്. അപ്പം വലിയ എന്ന് പറയുന്ന നേരത്തെ ഷബിത പറഞ്ഞതുപോലെ അത് ഞാൻ 90% ഞാനാണെന്നല്ല, അത് 100% എൻ്റെ നാടാണ്, എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരാണ്, എന്നെ ഞാനാക്കിയ മനുഷ്യരാണ്, എൻ്റെ മനുഷ്യരുടെ വ്യാകുലതകളും സ്വപ്നങ്ങളും ആകുലതകളും എല്ലാം ആണ്. അത് എഴുതാതെ ചിലപ്പോൾ എനിക്ക് മറ്റൊരു നോവൽ എഴുതാൻ സാധിച്ചെന്ന് വരില്ലായിരിക്കാം. പിന്നെ അത് എഴുതി കഴിഞ്ഞപ്പോൾ ഇനി പറഞ്ഞ പോലെ വലിയ പോലെ ആകാതെ മറ്റൊരു നോവൽ പുതിയൊരു വഴിയിലേക്ക് തന്നെ ആവണമെന്ന് തന്നെയായിരുന്നു ചിന്ത. അപ്പോൾ എന്തെഴുതണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് 10-20 വർഷം ഞാൻ ഗൾഫിലായിരുന്നു, 20 വർഷത്തിൽ കൂടുതൽ. അപ്പോൾ ആ 20 വർഷക്കാലത്തെ എൻ്റെ സഹപ്രവർത്തകരുമായിട്ടും കൂട്ടുകാരുമായിട്ടും ഞാൻ കണ്ടുമുട്ടിയ ആളുകളുമായിട്ടുള്ള ഇടപെടലിൽ നിന്നും നാട് വിട്ടുപോകുന്ന സ്ത്രീകളെക്കുറിച്ച് എഴുതാം എന്നൊരു ചിന്തയിലാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്നുള്ള ഒരു നോവൽ എഴുതി തുടങ്ങുന്നത്. ഒരു നാട് വിട്ടുപോകുന്ന ഒരു നഴ്സിൻ്റെ കഥ. അത് പിന്നീട് അത് രൂപാന്തരപ്പെട്ട് ജെറുസലേമിലെത്തുന്ന ഒരു മെത്തപ്പേലത്ത്. ഇപ്പോൾ ഷബിത തന്നെ ഒരു കഥ എഴുതിയിട്ടുണ്ട്, ആൻ ഫ്രാങ്കിൻ്റെ ഡയറി എന്ന് പറഞ്ഞ കഥ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ജെറുസലേമിലെ അല്ലെങ്കിൽ മെത്തപ്പേലത്തുകളെക്കുറിച്ച് വേറെയുള്ള ഫിക്ഷനൊന്നും ഞാൻ വായിച്ചിട്ടില്ല, എൻ്റെ വായനയുടെ വട്ടത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ജെറുസലേമിലെത്തിയ ഒരു മെത്തപ്പേലത്തിൻ്റെ എന്ന് വെച്ചാൽ കെയർ ഗിവേഴ്സായിട്ട് പോകുന്ന ഒരുപാട് നഴ്സുമാരുണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ പലസ്തീനിലെ ആളുകളുടെ സങ്കടങ്ങൾ, അതായത് എൻ്റെ സഹപ്രവർത്തകരായി ഒരുപാട് പലസ്തീനികളും ജോർദാനികളൊക്കെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കഥ കേട്ടറിഞ്ഞ് അവരുടെ സങ്കടങ്ങൾ, നാട് വിട്ടുപോകുന്ന, തിരിച്ചെത്താൻ ഒരു നാടുള്ള, തിരിച്ചെത്താൻ ഒരു വീടുള്ള, തിരിച്ചെത്താൻ പ്രിയപ്പെട്ടവരുള്ള നമ്മുടെ സങ്കടങ്ങളെക്കാൾ 10 മടങ്ങാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആ പുതിയ വഴി, ആ മറുവഴി ഞാൻ സ്വീകരിച്ചത്. സോണിയ ചെറിയാൻ എന്ന് മാത്രമാണ് ഇപ്പോൾ സോണിയ വെച്ചത് ആദ്യത്തെ നോവലിൽ. അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ഇന്ത്യൻ റെയിൻബോയിൽ വളരെ നല്ലൊരു ബൈലൈൻ ഉണ്ടായിരുന്നു. റിട്ടയർഡ് ലഫ്റ്റനൻറ്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ, സഗർ ഏലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന ഒരു എന്താണ് പറയുക, ഒരു BGM ഒക്കെ ഇട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരാണ് സത്യത്തിൽ. അത് സ്നോ ലോട്ടസിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഭാരങ്ങളൊക്കെ, ആ ഒഫീഷ്യൽ ഭാരങ്ങളൊക്കെ പയ്യെ ഈ കണ്ണൂരുകാരിയിൽ നിന്നും എല്ലാ ആടയാഭരണങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് സോണിയ ചെറിയാൻ മാത്രമായി മാറി. അപ്പം ഇന്ത്യൻ റെയിൻബോ നമ്മൾക്ക് ഈ ബാരക് ലിറ്ററേച്ചറിൻ്റെ മറ്റൊരു ഗദ്യം എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള മെമ്മയറിലൂടെ, പക്ഷെ അത് മെമ്മയർ എന്ന് പറയാൻ പറ്റുമെങ്കിലും സോണിയ ആ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യഘടനയൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ലൊരു സാഹിത്യം, നല്ലൊരു ഗദ്യ സാഹിത്യം ഒഴുകുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. സ്നോ ലോട്ടസ് അതേ പ്ലോട്ട്, പശ്ചാത്തലം മിലിറ്ററി. പക്ഷെ ബാരക് ലിറ്ററേച്ചറിൽ, വേൾഡ് ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്ത് വായിക്കും. എല്ലാ മനുഷ്യരിലും ഒരു രാജ്യസ്നേഹം ഉള്ളത് കൊണ്ടും മിലിറ്ററി എന്ന് പറയുന്ന സംവിധാനത്തെ, നമ്മുടെ പ്രതിരോധ സേനയും സംവിധാനവും യൂണിഫോമും റാങ്കും എല്ലാം എല്ലാ കാലത്തും എല്ലാവരുടെയും ആൺപെൺ ഭേദമന്യേ സ്വപ്നമായതുകൊണ്ട് ആയിരിക്കാം ഒരു ക്യൂരിയോസിറ്റിയാണ് ആളുകൾക്ക് എപ്പോഴും അതേക്കുറിച്ച്. ആ പശ്ചാത്തലത്തിൽ സ്നോ ലോട്ടസിൽ നല്ല മിടുക്കിയായിട്ടുള്ളൊരു നായിക വരുന്നു. അവരുടെ മഞ്ഞുമലയിൽ എവിടെയോ പുതഞ്ഞു പോയ അച്ഛനെ അദ്ദേഹം ഉദ്യോഗസ്ഥനാണ് തേടി പോകുന്നു. ടിബറ്റുമായിട്ട് ഇന്ത്യയുടെ വൈകാരികവും അതേപോലെ തന്നെ ഫിസിക്കലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമുക്കതിൽ കാണാൻ കഴിയുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സാഹിത്യം കുറച്ചധികം ദശാബ്ദങ്ങൾക്ക് ശേഷം സ്നോ ലോട്ടസിലൂടെയാണ് ബാരക് ലിറ്ററേച്ചറിലേക്ക് വീണ്ടും എത്തുന്നത്. എന്തായിരുന്നു സോണിയയുടെ അനുഭവം അതിലൂടെ? ഹലോ, കേൾക്കാം. ഷബിത, താങ്ക് യു സോ മച്ച്. ആദ്യമേ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഇവിടെ മുമ്പിലിരുന്ന് ഇങ്ങനെ മുന്നോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരെ കാണുന്നുണ്ട്. ഒത്തിരി ദൂരെ നിന്ന് വന്നവർ,
നമ്മളെ കാണാനും കേൾക്കാനും വേണ്ടി ഇത്രയും ദൂരെ നിന്ന് വന്നു. ഒത്തിരി സന്തോഷം. എന്ന് വെച്ചാൽ എത്ര ജോലികളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും വരുന്നത്. താങ്ക് യു സോ മച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഈ എടുത്ത് കൊണ്ടുവന്ന ഈ സ്നേഹമാണിതെല്ലാം. നന്ദി പറയുന്നു. പിന്നെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇങ്ങനെ ഒരു സെഷൻ. അപ്പം ബാരക് ലിറ്ററേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മത്സ്യത്തിന് ജലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓക്സിജൻ മാത്രമല്ല, അതിനേക്കാളും ആഴവും വ്യാപ്തിയും പ്രതിധ്വനിയും ഉള്ള അതിൻ്റെ പരിസരമാണ്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഒരു ബാരക്കെന്ന് പറഞ്ഞ ഒരു കാലത്ത് ഈ മലയാളത്തിൻ്റെ സാഹിത്യത്തിൻ്റെ തന്നെ ഭാഷാശൈലിയെ മാറ്റിയ ഒരു ബാരക് ലിറ്ററേച്ചറിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. ബാരക്ക് ശരിക്കും ഒരു അശാന്തിയുടെ ഇടങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം ബാരക് ലിറ്ററേച്ചറിൻ്റെ വലിയ ആദ്യത്തെ ശരിക്കും പയനീർ ഓഫ് ദ ബാരക് ലിറ്ററേച്ചർ പാറപ്പുറത്താണ്. ആർമി പയനീർ കോറിലെ എം ഇ മത്തായിയാണ് പാറപ്പുറത്ത്. അപ്പം പയനീർ കോറിലെ തന്നെ ആളാണ് പയനീർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിണമണിഞ്ഞ കാൽപ്പാടുകളൊക്കെ ഒരു സിനിമയായി. ആ പാട്ട് ഓർക്കുന്നുണ്ടാവും, മാമലകൾക്കപ്പുറത്ത്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള സീനിയേഴ്സിനെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാകും. അപ്പം പാറപ്പുറത്തിന് ശേഷം നന്ദനാർ, കോവിലൻ, A-B, തട്ടകം, അങ്ങനെ പിന്നെ ഏകലവ്യൻ. പക്ഷേ ഇതിനകത്തെല്ലാം ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആർമിക്ക് ഫൈറ്റിംഗ് ആംസ് ഉണ്ട്, സർവീസ് കോർ ഉണ്ട്. അപ്പോൾ ഈ ഫൈറ്റിംഗ് ആംസ്, ഇൻഫൻട്രി, മെക്കാനൈസ്ഡ് ഇൻഫൻട്രി, ആർമേഡ്, ഇതിനകത്തൊക്കെ നമ്മളെല്ലാം സർവീസ് കോർട്ടിൻ്റെ പാട്ടായിരുന്നു. നമ്മളെന്ന് വെച്ചാൽ ഞാനല്ല, നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരല്ല, കോവിലന്, നന്ദനാർ ഒക്കെ. അതിനകത്ത് ഏകലവ്യം മാത്രമേ ആർമേഡ് കോറിൻ്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത് റിയൽ ഫൈറ്റേഴ്സ്, ദ റോ ഫൈറ്റേഴ്സ്, അതിനകത്ത് അങ്ങനെ അങ്ങോട്ട് സർവീസ് പാർട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ പോലും നമ്മൾ എഴുതി ഇപ്പം കുറേ കാലത്തിന് ശേഷം എനിക്ക് അവരുടെ കൂടെ പേര് വെക്കാനുള്ള ഇതുണ്ടോയെന്ന് അറിയില്ലെങ്കിലും നമ്മൾ ആർമിയുടെ ഒരു ഹീലിംഗ് പാർട്ടാണ്. നമ്മളതിൻ്റെ ശരിക്കുള്ള ഫൈറ്റേഴ്സ് അല്ല. അതിൻ്റെ ശരിക്കുള്ള റോ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ തിരുവനന്തപുരത്തു നിന്നുള്ള ബ്രിഗേഡിയർ മോഹൻ ഉണ്ട്. അദ്ദേഹം എഴുതിയൊരു ബുക്കിനെ പറ്റി ഞാൻ സ്നോ ലോട്ടസിൽ റെഫർ ചെയ്തിട്ടുണ്ട്. മഞ്ഞിനടിയിൽ 6 ദിവസം, ദ 6 days അണ്ടർ ദ സ്നോ, അല്ലെ ഫ്രോസൺ ഡെത്ത് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിലും ഉണ്ട്. ഞാനതിനെപ്പറ്റി അത് റെഫർ ചെയ്ത് എഴുതി. എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മളൊന്ന് വായിക്കേണ്ടതാണ്. കാരണം ദ റോ ആയിട്ടുള്ള ശരിക്കും ഉള്ള മിലിറ്ററി എന്താണെന്നുള്ളത് നമുക്ക് അതിൽ നിന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ ആ ബുക്കും കൊണ്ട് വന്നു. തിരുവനന്തപുരത്ത് വരുവാണ്, സാറിന് കൊടുക്കാം. പക്ഷേ സാറ് 4 മാസം മുന്നേ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അറിയപ്പെടാതെ പോകുന്ന റൈറ്റേഴ്സും ഉണ്ട്. അത് അവിടുന്ന് തന്നെ വരുന്ന ആൾക്കാർ. അപ്പം പിന്നെ ഓക്കെ, നമ്മൾ ബാരക് ലിറ്ററേച്ചറിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ സ്നോ ലോട്ടസ് എവിടെ നിൽക്കുന്നു ഇതിൽ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു എൻ്റേത് ഇവരുടെയൊക്കെ വെച്ച് നോക്കുമ്പം ഈ നന്ദനാർ, കോവിലൻ, ഏകലവ്യൻ, പാറപ്പുറത്തൊക്കെ അന്നത്തെ കാലം എന്ന് വെച്ചാൽ ഏറ്റവും ആക്സസിബിലിറ്റിക്ക് ബുദ്ധിമുട്ടുള്ളത്, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത്, ഈ കാർദുംഗല പാസ്സൊക്കെ നമ്മൾ ആ പണിതുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മദ്രാസ് എഞ്ചിനീയേഴ്സിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും ചിലപ്പം. പണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേരെ എൻ്റെ പേഷ്യൻസായിട്ട് കണ്ടിട്ടുണ്ട്. ഈ 4x4 ഇത് വണ്ടിക്കകത്ത് മേലെ ചങ്ങലയൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ മേലേക്ക് കയറി, നമുക്ക് ഇപ്പം നമ്മൾ ആൾക്കാർ ഇവിടുന്ന് പോകുന്നുണ്ട് കാണാൻ. പക്ഷെ അന്ന് അവിടെ എത്തിപ്പെടാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട്, ഒരുപാട് ലങ്സ് തകർന്നു പോയ മനുഷ്യന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് ഓക്സിജൻ്റെ കുറവ് കാരണം, ഈ ഡോക്ടേഴ്സായിട്ട് ആ ഫീൽഡിലായതുകൊണ്ട്. അപ്പം നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാലത്ത്, അത്രയും ആക്സസിബിൾ അല്ലാത്ത ഒരിടത്ത് നിന്നുകൊണ്ടാണ് ഇവരൊക്കെ എഴുതിയത്. അന്നൊക്കെ നമ്മുടെ നാൽക്കവലയിലൊക്കെ ഒരു ആ ഷാജിയൻ കരുണിൻ്റെ സിനിമയൊക്കെ ഉണ്ടല്ലോ, ഒരു നാൽക്കവലയിലൊക്കെ ഒരു ടെലിഗ്രാം വരുമ്പോഴത്തേക്കും ഓക്കെ, അന്നേരത്തേക്കും നമ്മൾ ആൾക്കാരിങ്ങനെ ഓടുവാണ്, ഏത് വീട്ടിലാണ് പ്രശ്നം ഉണ്ടായത്. പക്ഷെ നമ്മുടെ കാലമൊക്കെ അതിൽ നിന്ന് മാറി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ്റേത് ഒരു പെരിസ്കോപ്പിക് വ്യൂ ആയിരുന്നു. അതായത് ഈ 45 ഡിഗ്രിയുടെ ഒരു കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനുള്ളിൽ കൂടെ നോക്കുവാണ്. ഞാനിങ്ങനെ ഒരിടത്ത് ഇരുന്നുകൊണ്ട് ഒരു ജാലക കാഴ്ചയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്രയും ഈ വലിയ എഴുത്തുകാരുടെ കൂടിയൊക്കെ നമ്മുടെ പേര് കൂട്ടിച്ചേർത്ത് പറയുന്നത് അത് ഒരു കരുണയായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അപ്പം അത്രയൊക്കെയാണ് ബാരക് ലിറ്ററേച്ചറിനെ പറ്റി എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത ആൾക്കാരിലേക്ക് പോകേണ്ടതുണ്ട്. താങ്ക് യു. എഴുത്ത് അത് വല്ലാത്തൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പം എല്ലാവരും എഴുത്തുകാരാണ്. അക്ഷരം കൂട്ടി എഴുതാനോ വായിക്കാനോ പറയാൻ അറിയുന്ന എല്ലാവരും. എഴുതാൻ അറിയാത്തവർ നല്ല സ്റ്റോറി ടെല്ലേഴ്സാണ്, നല്ല കഥ പറച്ചിലുകാരാണ്. അവർ കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ആഖ്യാനം എന്ന് പറയുന്ന ടാസ്ക്, നോവൽ എന്ന് പറയുന്ന സങ്കേതത്തിൻ്റെ ക്രാഫ്റ്റ്, നോവൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിനെ തിരിച്ചു നിരൂപകരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ, ഇതൊരു ഓട്ടോപ്സി ലാബിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്നും ഇത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്, ഇത് ഡീകൺസ്ട്രക്ഷൻ ആണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുള്ള വകഭേദങ്ങൾ, നിരൂപണങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾ നിരത്തുന്നു. ഇത് മാർക്സിയൻ ലിറ്ററേച്ചറാണ്, ഇത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ആണ് എന്നൊക്കെ പറയുന്നു.
ഇതിൻ്റെ ഒന്നും ഭാരമില്ലാതെയാണ് ആക്ച്വലി വായനക്കാർ വായിക്കുന്നത്. പക്ഷേ നറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയോട്, ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയോട് എഴുത്തുകാർ പുലർത്തേണ്ടതായിട്ടുള്ള ഒരു നീതിയുണ്ട്. ആ നീതി എഴുത്തുകാരുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു സുസ്മേഷ്? എന്നെ വായിക്കുന്നവർ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരല്ല, എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്നേക്കാൾ നോളജ് ഉണ്ട്. അതിനുശേഷം വരുന്ന പുസ്തകം അവിടെ നിൽക്കുകയാണ്, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. സീനിയേഴ്സിൻ്റെ ഒരു ജനറേഷൻ മാറുന്നു, അടുത്ത ജനറേഷൻ വരുന്നു, അത് ജൂനിയേഴ്സാണ്, ചെറുപ്പക്കാർ. അവർ പുതിയ കാലത്തിൻ്റെ എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും പുതിയ ലിറ്ററേച്ചർ മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് നമ്മളെ വായിക്കുമ്പോൾ അവർക്കതിലേക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇത് എഴുത്തിനകത്തുണ്ടാകുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഈ വെല്ലുവിളികളെ നേരിടാൻ കുറുക്കുവഴികളൊന്നുമില്ല, എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 200-250 വർഷമൊക്കെ കഴിഞ്ഞിട്ടും നിൽക്കുന്ന ലോകസാഹിത്യത്തിലെ പല കൃതികളും നമ്മളിന്ന് വായിക്കുമ്പം എന്തുകൊണ്ടത് വീണ്ടും വായിക്കപ്പെടുന്നു എന്നുള്ളതിന് ഒരൊറ്റ അന്വേഷണമേ ഉള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തെ ഇത് ചെന്ന് തൊടുന്നുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമാണ്. മനുഷ്യൻ്റെ ജീവിതം ലോകത്തെവിടെയും എല്ലാ കാലത്തും ഏത് സമയത്തും ഒരുപോലെ ആയിരിക്കും. ഇനി വരാനിരിക്കുന്ന കാലത്തും മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്കോ തത്വങ്ങൾക്കോ മാറ്റം ഉണ്ടാവില്ല. അതായത് വികാരങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. ജനനം, മരണം, വിരഹം, പ്രണയം ഒക്കെ പോലെ വളരെ ബേസിക്കായിട്ടുള്ള വികാരങ്ങൾ മനുഷ്യനെ എല്ലാ കാലത്തും ബാധിച്ചുകൊണ്ടിരിക്കും. അതിനെ സത്യസന്ധമായും സർഗാത്മകമായിട്ടും ഒരു എഴുത്തുകാരനെ തൊടാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ക്ലാസിക്കുകളായി തീരുന്ന ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്ന സമയത്ത് ചെയ്യുന്നത് ഇതാണ്. ഒരു പ്രമേയം മനസ്സിൽ വീണ് കിട്ടുന്നു, ആ പ്രമേയത്തെ എങ്ങനെ പ്ലേസ് ചെയ്യണം, ആ പ്രമേയം ഏറ്റവും സത്യസന്ധമായിട്ടും ശക്തമായിട്ടും പറയാൻ എത്ര കഥാപാത്രങ്ങളെ അതിന് ആവശ്യമുണ്ട്, ആ കഥാപാത്രങ്ങൾ ഏത് ടോണിൽ നിന്നുകൊണ്ട് സംസാരിക്കണം അതിൻ്റെ വായനക്കാരോട്, ഇതിന് എവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം, ഏത് സ്ഥലത്ത്, ഈ കഥ എവിടെ നടന്നാലാണ് ഏറ്റവും നന്നായിട്ട് വളരെ ചൈതന്യവത്തായിട്ട് അല്ലെങ്കിൽ വളരെ വൈകാരികമായിട്ട് ഇത് വായനക്കാരിലേക്ക് എത്തുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആലോചനകളുടെ ഒരു ഘട്ടത്തിൽ നിന്നാണ് എഴുത്ത് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന ഒരു എഴുത്തിൽ പിന്നെ നമുക്കത് എളുപ്പമാണ്. കാരണം നമ്മൾ സത്യസന്ധത മാത്രം കാണിച്ചാൽ മതി. കള്ളത്തരം ജീവിതത്തിലും എഴുത്തിലും നന്നാവില്ല, അത് വളരെ പെട്ടെന്ന് തിരിച്ചറിയപ്പെടും. എൻ്റെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള വികാരങ്ങളോ ഭീതികളോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എങ്കിൽ അത് വായിക്കുന്ന എല്ലാവരുടേതുമാണ്. അങ്ങനെ വായിക്കുന്ന എല്ലാവരുടേതുമായിട്ട് മാറുമ്പോഴാണ് ആ ലിറ്ററേച്ചർ കുറേ കാലം കൂടി കഴിഞ്ഞിട്ടും വീണ്ടും മറ്റൊരാൾക്ക് വായിക്കാൻ തോന്നുക. അപ്പോൾ അയാൾ ആ എക്സ്പീരിയൻസിനെ ആ സമയത്ത് എടുക്കുന്നത് അയാളുടെ അതുവരെയുള്ള ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. നമ്മൾ കൃതിയിൽ പറഞ്ഞ എൻ്റെ പേഴ്സണലായ ഒരു അനുഭവത്തെ ഒരാൾ ഒരു പുസ്തകത്തിലൂടെ രണ്ടാമത് വായിക്കുമ്പോൾ അല്ലെ മൂന്നാം വട്ടം വായിക്കുമ്പോൾ അയാൾ അതുവരെ ആർജിച്ചെടുത്ത ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അതിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുകയാണ്. ആ ടെസ്റ്റിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന റിസൾട്ട് ലൈഫിനെ സംബന്ധിച്ചതാവണം, ജീവിതത്തെ സംബന്ധിച്ചതാവണം. അതിൽ ഈ സത്യസന്ധത നമുക്ക് ആവശ്യമാണ്. അതിൽ നിന്നാണ് ഈ വൈവിധ്യങ്ങൾ അതിലേക്ക് എത്താനുള്ള, ഇപ്പോൾ ക്രാഫ്റ്റോ നരേഷനോ ലാംഗ്വേജോ എന്തായി കഴിഞ്ഞാലും അതിലേക്ക് എത്തുന്നതും ഈ സത്യസന്ധമായ ഒരു ചുഴിഞ്ഞ നോട്ടത്തിലൂടെയാണ്. അങ്ങനെ അതിനെപ്പറ്റി പറയാൻ എനിക്ക് അറിയുള്ളൂ. പ്രിൻറ്റിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയ സമയത്ത് ഞാൻ പരിചയപ്പെട്ട 8-9 കൊല്ലം മുമ്പ് പരിചയപ്പെട്ട വാക്കുകളൊന്നാണ് വൈറൽ, രണ്ടാമത് ക്യുക്ക് ബൈറ്റ്. ഒരു സ്റ്റോറിക്ക് മാത്രം ബാധകമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളിൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രവണതയായിരുന്നു വൈറലാവുക, ക്യുക്ക് ബൈറ്റ് നേടുക എന്നുള്ളത്. ക്യുക്ക് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് എത്തുന്ന രീതിയിലേക്ക് കൂടുതൽ അറ്റ് എ ഗ്ലാൻസ് ആ വാർത്ത നോട്ട് ചെയ്യുന്നു, വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷേ ഇപ്പം കഴിഞ്ഞൊരു 2 വർഷമൊക്കെ ആയിട്ട് എഴുത്തുകാർക്ക്, കഥകൾക്ക്, നോവലുകൾക്ക്, കവിതകൾക്ക് ഈ ഒരു ബാധയുണ്ട്, വൈറൽ സ്വഭാവം. അവരൊക്കെ വൈറൽ സഭ്യമാരാവുന്നുണ്ട്, കഥകൾ വൈറലാവുന്നുണ്ട്, നോവലുകൾ വൈറലാവുന്നു, കവിതകൾ വൈറലാവുന്നു, ക്യുക്ക് ബൈറ്റുകൾ കിട്ടുന്നു, ഷെയർ ചെയ്യപ്പെടുന്നു, അങ്ങനെയെല്ലാം ഉണ്ട്. ഒരു കാലത്ത് വളരെ സാവധാനം പോയൊരു പ്രോസസ്സായിരുന്നു അടുത്ത പതിപ്പ് എന്നുള്ളത്. പുസ്തകം എങ്ങനെയെങ്കിലും ഒന്ന് പ്രകാശിപ്പിച്ച് കിട്ടുക എന്നുള്ളതാണ് എഴുത്തുകാരുടെ ആത്യന്തികമായ ആഗ്രഹം എന്നൊക്കെ. അതിനുശേഷം രണ്ടാമത്തെ പതിപ്പ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ പതിപ്പുകൾ ഇറങ്ങും. വായനക്കാർ അത്രയും ഗംഭീരമായിട്ട് സ്വീകരിക്കുന്നത് മാത്രമല്ല, ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടെ. നമ്മുടെ ഇപ്പം സുസ്മേഷ് നേരത്തെ പറഞ്ഞതായിട്ട് ആ സത്യസന്ധത, ആത്മാർത്ഥത, പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ആകുലതകൾ, ഇതൊക്കെ നമ്മൾ പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അകലെ എങ്ങോ ഉള്ള ഒരു വായനക്കാരന് വേണ്ടി കഥ എഴുതിയ ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ ഈ ക്യുക്ക് ബൈറ്റ്, ഈ വൈറൽ എന്നൊക്കെ പറയുന്ന സംവിധാനം നമ്മുടെ എഴുത്തിനെ അല്ലെങ്കിൽ നമ്മുടെ എഴുത്തിലിരിക്കുമ്പോൾ നമ്മുടെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു അവസ്ഥയാണോ? ഞാൻ ഷീലയ്ക്ക് കഥ അയക്കുമ്പോൾ ഞാൻ ഷീലയോട് പറയേണ്ടത്, വായിക്കുക കേട്ടോ, അഭിപ്രായം 2 പറയേ, ഉറക്കെ പറയേ എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്.
അല്ല, എനിക്കും ഇത് ബാധകമാണ്. ഞാൻ പറയുന്ന കാര്യത്തിൽ എൻ്റെ സ്വഭാവത്തിൽ ഇത് ബാധകമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ആകുലതകൾ നമ്മുടെ നരേഷനെ, ആഖ്യാനത്തെ ബാധിക്കുന്നുണ്ടോ? അപ്പം നമുക്ക് ഈ മറുവഴികൾ തേടാൻ പറ്റും. അപ്പം നമ്മുടെ വായനക്കാർ, നമ്മളെ മുമ്പിലുള്ള ഒരു വായനാ സമൂഹത്തെ നമ്മൾ അളക്കുന്ന ഒരു പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടായിരിക്കും. അവിടെ വെച്ചിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ക്രീം നമ്മളാണോ കൊടുക്കുക, ഐസ്ക്രീമാണോ നമ്മൾ വിളമ്പേണ്ടത്, അത് ഇന്ന സ്പൈസാണോ അതിൽ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? എങ്ങനെയായിരിക്കാം നമ്മൾ ആ പ്രോസസ്സിലേക്ക്, അടുത്തൊരു നോവലിലേക്കുള്ളൊരു ടാസ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചാലഞ്ചസ് ആയിട്ട് എന്തൊക്കെയായിരിക്കും ഷീലയുടെ മുമ്പിൽ ഉണ്ടാവുക? അത് ശബിത നേരത്തെ സുസ്മേഷ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ഈ സത്യസന്ധത പറഞ്ഞല്ലോ, ആ സത്യസന്ധത തന്നെയാണ് ഒരു യഥാർത്ഥ എഴുത്തിൻ്റെ ജീവവായു എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വിക്ക് ബൈറ്റുകൾ വന്നോട്ടെ, ഒത്തിരി പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞോട്ടെ, ഏതായാലും പുസ്തകങ്ങളല്ലേ, അല്ലാതെ ആയുധങ്ങളൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ എന്താ പറയുക, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾ എത്രയോ വരുന്നു. അതിലും നല്ലതല്ലേ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞോട്ടെ, അതുപോലെ വായിക്കപ്പെട്ടോട്ടെ, ക്വിക്ക് ബൈറ്റായിട്ടോ അല്ലാതെയോ വന്നോട്ടെ. പക്ഷേ നമ്മളെന്ന എഴുത്തുകാരനെ അടയാളപ്പെടുത്തുന്ന ചില ഇടങ്ങളുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എഴുതുമ്പോൾ അത് വായിക്കപ്പെടണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പ്രചരണ കാലത്തൊക്കെ നമ്മൾ പ്രചരണ നടപടികൾ എടുക്കാതെ നമ്മുടെ പുസ്തകം മറ്റുള്ളവരിലേക്ക് എത്തില്ല. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതിനെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. എങ്കിലും നമ്മൾ എന്തെഴുതുന്നു, എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പറയുന്ന രീതി, അതുപോലെ പറയുന്നതിലെ നൈതികത, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിലെ നമ്മുടെ സൗന്ദര്യബോധം, അത് മറ്റുള്ള മനുഷ്യരെ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെവിടെയോ ഇരിക്കുന്ന ഒരു മനുഷ്യനെയെങ്കിലും നമ്മൾ പറയുന്ന ഒരു വാക്ക് തൊടുന്നുണ്ടെങ്കിൽ നമ്മളത് പറയാൻ ഉപയോഗിച്ച ആഖ്യാന ശൈലി അവിടെ സക്സസ്ഫുള്ളായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 13 വർഷം സുസ്മേഷിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഞാനൊരു ആദ്യമായിട്ട് ഒരു കഥ, ആദ്യമല്ല രണ്ടാമത്തെ മൂന്നാമത്തെ കഥയാണ്, 2012 ഒരു കഥ മാധ്യമത്തിൽ പബ്ലിഷ് ചെയ്ത് വന്നപ്പം സുസ്മേഷ് അന്ന് അതിൽ താഴെ ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ ആഖ്യാനം, ഇനിയും കഥ എഴുത്ത് തുടരും, 2 വരിയെ സുസ്മേഷ് എഴുതിയിട്ടുള്ളൂ. അപ്പം അന്ന് 1-2 കഥ മാത്രം പ്രസിദ്ധീകരിച്ച ഒരു എന്താ പറയുക, എഴുതാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് പബ്ലിക്കിനെ നമ്മൾ എഴുതുന്നത് കാണാൻ മടിച്ചിരിക്കുന്ന, അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു മടിയുണ്ടല്ലോ, അവർ നമ്മളെ എങ്ങനെ അളക്കുമെന്ന് വിചാരിച്ച് ആദ്യമൊക്കെ എൻ്റെ മുഴുവൻ പേര് പോലും വയ്ക്കാൻ മടിച്ച് എഴുതിയിരുന്ന ആളാണ് ഞാൻ. ഷീല എന്ന് മാത്രമൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ അയക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കത് വലിയൊരു ഇൻസ്പിറേഷനാണ്. അതുപോലെയാണെന്ന് എനിക്ക് അത്രയേ കാണേണ്ടതുള്ളൂ. ഇപ്പോൾ വരുന്ന പ്രചരണ മാധ്യമങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷേ എഴുത്തുകാരായ നമുക്ക് തീരുമാനിക്കാം നമ്മൾ എന്തെഴുതണം. ഇപ്പം സോണിയയുടെ ഇന്ത്യൻ റെയിൻബോ വായിച്ച് ഞാൻ സോണിയയോട് പറഞ്ഞു, അത് ഒരു ഓർമ്മക്കുറിപ്പിൻ്റെ ഭാഷയല്ല, അതൊരു നോവലിൻ്റെ മനോഹരമായ ഭാഷയാണ് സോണിയ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ഇപ്പം വലിയ എഴുതി കഴിഞ്ഞപ്പം, എൻ്റെ നാടിനെക്കുറിച്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞപ്പം ഒരുപാട് പേര് അതിലെ കവിത തുടങ്ങുന്ന ഭാഷയെന്നും അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് അതിലെ അന്നംകുട്ടി അമ്മാമ്മ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേര് പറഞ്ഞപ്പം അവരുടെ മനസ്സിൽ എവിടെയോ നമ്മൾ തൊട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൃതിയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന, തീർച്ചയായിട്ടും നമ്മളെല്ലാം രാഷ്ട്രീയ ജീവികളാണ്. അപ്പം എന്തോ ഒരു സത്യത്തെ പിൻചെല്ലുന്നവരാണ്. നമ്മുടെ സത്യം ചിലപ്പോൾ നമ്മൾ വായിക്കുന്നവരുടെ അസത്യമാകാം, പക്ഷേ ആ സത്യത്തെ നമ്മളുടെ സത്യത്തെ നമ്മൾ പിൻചെല്ലുക എന്നുള്ള ഒരിതാണ്. അപ്പം പലസ്തീൻ ജനതയുടെ ദുഃഖങ്ങളെക്കുറിച്ച് ആണ് ഞാൻ അടുത്ത നോവലിൽ പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, അത് ഈ നോവൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതിന് റീച്ച് കിട്ടില്ല, വിഷയം ഇതാണ്, വളരെ പൊളിറ്റിക്കലാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ് നിങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ റീച്ച് കിട്ടാത്ത ഒരു കാര്യം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമുണ്ടോ, നിങ്ങളൊക്കെ ഇപ്പോൾ നോവൽ എഴുതി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ ഇപ്പോഴേ എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ അതല്ല, പലസ്തീനെക്കുറിച്ച്, സഹൽ അൽഫാദിയെക്കുറിച്ച്, സാറയെക്കുറിച്ച്, എൻ്റെ സഹപ്രവർത്തകയായിരുന്ന എൻ്റെ കൂട്ടുകാരിയായിരുന്ന മുനയുടെ ദുഃഖങ്ങളെക്കുറിച്ച്, അവൾ കടന്നു വന്ന കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ അവളുടെ ആ ജീവിതത്തെക്കുറിച്ച്
കൂടാരങ്ങളിൽ താമസിച്ച അവളുടെ ബാല്യത്തെക്കുറിച്ച്, അവളുടെ പാരൻസും എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇടം നഷ്ടപ്പെട്ട് ഓടേണ്ടി വന്നതിനെക്കുറിച്ച്, അങ്ങനെയുള്ള അനേകായിരം മനുഷ്യരെക്കുറിച്ച് പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഞാനത് അടയാളപ്പെടുത്തുന്നു. അപ്പം നമ്മൾ പറയാനുള്ളത് നമ്മുടേതായ ഭാഷയും അതിനുവേണ്ടി ചേരുന്ന ആഖ്യാന ശൈലിയും ഉപയോഗിച്ച് പറയുക എന്നുള്ളത്. അപ്പം നമ്മൾ ആരൊക്കെ അത് വായിക്കുമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും വായിക്കും എന്നത് തന്നെയാണ് നമ്മുടെ എഴുത്തിനെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് തോന്നുന്നു. ഈ കഥയെക്കുറിച്ച് ഷീല പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ടും പറഞ്ഞതാണ്. കാരണം ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോൾ ഒരുപാട് നുണ പറയുമായിരിക്കും, പക്ഷേ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും നുണ പറയില്ല. നമ്മളത് ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ വായിച്ചിട്ട് അന്നേരം തോന്നുന്ന ശരിക്കുള്ള അഭിപ്രായമാണ് പറയുന്നത്. അത് അവർ അർഹിക്കുന്നതുകൊണ്ടാണത്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഇപ്പം ഞാൻ ഓർമ്മയില്ലാതിരുന്ന ഒരു കാര്യം. അതുകൊണ്ട് ജീവിതത്തെ പറ്റി നുണ പറഞ്ഞാൽ എഴുത്തിനെക്കുറിച്ച് നുണ പറയില്ല. ഈ പട്ടാള കഥകൾ ഒരു പക്ഷേ എത്ര എഴുതിയാലും തീരാത്തതായിരിക്കാം, ഒരുപാടുണ്ടാവും അല്ലേ? പക്ഷേ വായനക്കാരുടെ ഒരു പ്രശ്നം, മഹാഭാരതം മുഴുവൻ എഴുതിയ വ്യാസനോട് നമ്മൾ ചോദിക്കും, മോനെ അടുത്ത കൃതി ഏതാ? അപ്പോൾ വ്യാസൻ ചോദിക്കും, മുഴുവൻ വായിച്ചോന്നല്ല. അല്ല, അതവിടെ നിൽക്കട്ടെ, അടുത്ത എന്താണെന്നുള്ളൊരു ചോദ്യം വരും. നമ്മൾ ആഖ്യാനത്തിലെ മറുവഴികളിൽ തേടുമ്പോൾ, വേറിട്ട വഴികളിലേക്ക് നമ്മൾ തേടുന്ന സമയത്ത് സോണിയ 2 തവണ എഴുത്തുകാരിയായി, 2 പുസ്തകത്തിലൂടെ. റെയിൻബോയും ആദ്യത്തെ എഴുത്തുകാരിയായി, രണ്ടാമത് നോവൽ വന്നപ്പോൾ നോവലിസ്റ്റുമായി. അതിന്റെ ഇടയ്ക്ക് ഒരു ബുക്കോടും കൂടി ഉണ്ട്, അവളവൾ ശരണം പറഞ്ഞ്, അവളവൾ ശരണം. അത് വഴിയിൽ കണ്ടുമുട്ടിയ സ്ത്രീകളെ കുറിച്ച്. അതെ 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 അതെ. അപ്പോൾ അടുത്ത അത് എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇന്ന് എഴുതി കഴിഞ്ഞതിനെ അടച്ചു വെച്ച് കഴിഞ്ഞാലും അടുത്തത് എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എങ്ങനെയാണ് ആഖ്യാനത്തിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി വായനക്കാരെ സംതൃപ്തിപ്പെടുത്താൻ? ഇപ്പോൾ ഒരു സാധനം നമ്മൾ പ്രോഡക്റ്റ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇത് അക്ഷരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് വായിപ്പിച്ച് ആളുകളെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം പ്രത്യേകിച്ച് റീൽസ് കാലഘട്ടമാണ്. വിഷ്വൽസ് ഇങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ നിന്നും ഒരു പേജ് വായിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ്. അത്രയ്ക്കും അവരതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കണം. അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ടാസ്ക്കാണ് സോണിയ ഇപ്പോഴേ മനസ്സിൽ കാണുന്നത്? അടുത്തത് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ടോ? എന്നുവെച്ചാൽ ആഖ്യാനം ഇങ്ങനെ ലോങ് പ്രോസസ്സാണല്ലോ. അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും അടുത്തത് ഇപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങുവാണെങ്കിലും ഇപ്പോഴേ നമ്മളത് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എവിടുന്ന നമ്മളറിയാതെ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ടാവും. അടുത്തത് എന്താന്നാ ചോദിച്ചത്. ഞാനിപ്പോൾ ആലോചിക്കുന്ന ആദ്യത്തെ 2023 ഇവിടെ ഫെസ്റ്റിവലിൻ്റെ അന്ന് നമ്മുടെ ആദ്യത്തെ ബുക്കിൻ്റെ പ്രകാശനം, ഷീലയുടെ ബുക്കിൻ്റെ പറഞ്ഞ പോലെ. പക്ഷേ എനിക്കത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഫസ്റ്റ് ബുക്കാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു ചോദ്യം ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഒന്ന് വന്നു, ഇനി എന്താ അടുത്തത്? അപ്പം നമ്മളങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് പട്ടാളക്കാർക്ക് അങ്ങനെ ഒരുപാട് ജനങ്ങളെ ഫേസ് ചെയ്ത് അങ്ങനെ പരിചയമില്ല. നമ്മളങ്ങനെ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ചെയ്യാറില്ലല്ലോ. അപ്പം ഒന്നാമത് നമ്മൾ കുറച്ചൊരു ടെൻഷനിൽ നിൽക്കുക. അപ്പോഴത്തേക്കും ഉള്ള സത്യം പറഞ്ഞു പോയി, ഒരു നോവലിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, അങ്ങനെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങ് അറിയാതെ പറഞ്ഞുപോയി. അങ്ങനെയാണ് 20 കൊല്ലമായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു കഥയായത്. അത് അന്ന് എഴുതണം എന്ന് കാര്യം, നോൺ ഫിക്ഷൻ ഒരുപാട് എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ എസ്സേസിനും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും, ഈ പ്രസംഗങ്ങൾക്കും എസ്സേകൾക്കും എസ്സേ മത്സരത്തിന് കോളേജുകളിൽ നിന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ കഥയും കവിതയും ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു, ആരോടും പറയാതെ വെച്ചേക്കുമായിരുന്നു. കാരണം അതെന്തോ എൻ്റെ ഒരു രഹസ്യ ഉദ്യാനം മാതിരി. കാരണം അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ ചിത്രം വരയ്ക്കാൻ പോവുമായിരുന്നു, മത്സരത്തിന് പോവായിരുന്നു. അതിന് ആ പ്രശ്നമില്ലായിരുന്നു. കാരണം ഒരിക്കലും 5-6 വയസ്സിൽ ഇങ്ങനെ നിറച്ച് കഥയൊക്കെ എഴുതി പടമൊക്കെ വരച്ചൊരു ബുക്കുണ്ടായിരുന്നു. അതെൻ്റെ അനിയൻ കണ്ടുപിടിക്കുകയും അതിങ്ങനെ പരസ്യമാക്കി. ഓരോ കഥയുടെയും കാര്യം പറഞ്ഞ്, ഒരു മാടത്തേടെ സ്വകാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക, ആൾക്കാർ കളിയാക്കുക. അതിനുശേഷം ആ പരിപാടി നിർത്തിയതാണ്. എന്തെങ്കിലും എഴുതും, അപ്പം തന്നെ കീറിക്കളയും. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഈ ഒളിപ്പിച്ചു വെച്ച കാര്യം ആദ്യം ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം മനസ്സിൽ കിടന്ന ഒരു കഥയാണ് അത്. അപ്പം അങ്ങനെ ഒരു നോവല് അത് അപ്പം എഴുതാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എഴുതണമല്ലോ, അങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടായിരുന്നു. ആദ്യം നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്, ഒരു നോൺ ഫിക്ഷൻ എഴുതുന്നു ഫിക്ഷൻ തമ്മിലും ഒരുപാട് വ്യത്യാസമുണ്ട്. നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് എഴുതുന്നത്. നമുക്ക് വായനക്കാരോടുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പറയുന്നത് സത്യം മാത്രമായിരിക്കണം, അത് നമ്മുടെ അടുത്തുനിന്ന് വായനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ കാമു ഒക്കെ പറഞ്ഞത് മാതിരി, ആൽബർട്ട് കാമുവിൻ്റെ ആ സേയിങ് ഇല്ലേ, ഇറ്റ്സ് എ ബിഗ് ലൈ ബട്ട് ഇറ്റ്സ് ആക്ച്വൽ ട്രൂത്ത്. എനിക്ക് തോന്നുന്നു അതേ വേർഡാണോ എന്നറിയാം. ഏറ്റവും വലിയ നുണയാണ്, കല്ല് വെച്ച നുണയാണെങ്കിലും അത് സത്യമായ സത്യമാണെന്ന് പറയുന്ന അതുമാതിരി നോൺ ഫിക്ഷൻ എഴുതിയത് ഫിക്ഷൻ എഴുതുന്നതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ആദ്യത്തെ മെമ്മോയറാണ്.
എന്ന് വെച്ചാൽ രണ്ടാമത്തേത് എസ്സേസ് ആണ്, മൂന്നാമത്തേതാണ് ആദ്യത്തെ നോവൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ നോവൽ വന്നപ്പോഴത്തേക്കും ആ എഴുതാനിരുന്നപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് എല്ലാ ഈ കൺട്രോളിൽ വെച്ച കാര്യങ്ങളെ എല്ലാം അഴിച്ചു വിടുക ചെയ്തത്. അതായത് ആ ചട്ടക്കൂടുകളൊക്കെ, കാര്യം നമ്മൾ പട്ടാളക്കാരൊക്കെ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് റെക്കോണൻസൻസ് മെഷീനൊക്കെ ചെയ്യുന്ന മാതിരി ഞാനെല്ലാം വരച്ചു വെച്ചു ഒരു പേപ്പറിൽ. ഇതാ ഇവിടുന്ന് ഈ ക്യാരക്ടർ ഇവിടെ വരുന്നു, ഈ ക്യാരക്ടർ ഇവിടെ വരുന്നു, പടം വരച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചട്ടക്കൂട്ടിൽ നിന്ന് ക്യാരക്ടേഴ്സ് എല്ലാം പുറത്തിയാടിയ പട്ടാളക്കാരി ഞങ്ങൾ സിവിലിയൻസ് ആണ്, ഞങ്ങൾ ഈ കൂട്ടിലൊന്നും നിൽക്കില്ല. നമ്മൾ ഈ രാവിലെ, എനിക്ക് ജോസഫേട്ടൻ പറഞ്ഞു തന്നാൽ രാവിലെ എഴുന്നേറ്റ് എഴുതാനിരിക്കണം. അപ്പം നമ്മൾ ഈ സ്ത്രീകൾ വീട്ടിലെ എല്ലാ തിരക്കിൻ്റെ ഇടയ്ക്കാണ് എഴുതാനിരിക്കുന്നത്. അപ്പം നമുക്കൊരു പീസ്ഫുൾ, ഏറ്റവും വേണ്ടത് പീസാണല്ലോ എഴുതാൻ. അപ്പം പ്രത്യേകിച്ചും ഫിക്ഷൻ എഴുതുമ്പം പീസ് വേണം. അപ്പോൾ പീസിനുള്ള ഒരു സമയം, മനസ്സിലും ഒരു സമാധാനം വേണം. നമുക്ക് എഴുതുന്ന സമയത്ത് ചുറ്റും ഒരു ശല്യം ഉണ്ടാകാതിരിക്കണേ. അതിരാവിലെ, ഞാൻ ഭയങ്കര ഉറക്കക്കാരിയാണ്, പക്ഷേ ഈ നോവൽ എഴുതാൻ വേണ്ടി 3 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം നമ്മൾ അത്രയും ഒരു സമയം കൊടുക്കുമ്പം ഇങ്ങനെ കൈവിട്ടു പോവാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഞാൻ തന്നെ ആണോ, അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നത് നോൺ ഫിക്ഷനും ഫിക്ഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഞാൻ ഫീൽ ചെയ്തു. നമുക്കിങ്ങനെ ചിറക് വെച്ച് പറക്കാം ആകാശത്ത്, നമ്മുടെ ക്യാരക്ടേഴ്സ് നമ്മളെ കൊണ്ട് അങ്ങ് പറക്കണ മാതിരി ഒരു ഫീലിംഗാണ്. അവസാനമൊക്കെ വന്ന് ഞാൻ ആദ്യം ഫസ്റ്റ് പോർഷൻ എഴുതി, പിന്നെ എൻ്റെ എഴുതി വെച്ചു, ഇതെല്ലാം ചെയ്ത് വെച്ച് തുടങ്ങിയതാണെങ്കിലും എൻ്റെയൊക്കെ ഞാൻ വിചാരിച്ച പോലെയല്ല. ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും മൊത്തം മാറി, കൺക്ലൂഷനൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് മാറിപ്പോവുക. അതൊരു ഭയങ്കര ഫ്രീഡമാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് അത് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പം അത്രയും സന്തോഷം അനുഭവിച്ചാണ് എഴുതിയത് ആദ്യത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഈ കറക്ഷൻ, ഈ വെട്ടിത്തിരുത്തലിനൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അന്നേരത്തേക്ക് അത്ര സന്തോഷമൊന്നും വരില്ല കേട്ടോ. പക്ഷേ ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇടുമ്പോൾ ആ ക്രിയേറ്റിവിറ്റിയുടെ ഭയങ്കര സന്തോഷം അനുഭവിച്ചാണ് എഴുതിയത്. അപ്പം അങ്ങനെ ഒരു നോവൽ വന്നു. ഇനി ഒരു നോവൽ വരുമോ എന്നാണോ ചോദിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ടും. നോൺ ഫിക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നോൺ ഫിക്ഷൻ എനിക്ക് എന്തായാലും എഴുതാൻ പറ്റും. അതെ. അടുത്ത ഷീലയ്ക്ക് അല്ല, ഞാൻ ഇതിൻ്റെ ബാക്കി പറയാനാ. ഈ പറയുന്ന ധൈര്യമൊന്നും ഇല്ല കേട്ടോ സോണിയയ്ക്ക്. പട്ടാളക്കാരി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആദ്യത്തെ നോവല് പബ്ലിഷ് ചെയ്ത പുറത്ത് വന്നിട്ട് ഒരാഴ്ചത്തേക്ക് ആൾ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് വായിക്കാൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ വായനക്കാരി അവനൊരു ഭാഗ്യം കിട്ടി. അപ്പം എന്നും വിളിക്കും, ഷീല ഇത് പ്രശ്നമാവോ, അത് പ്രശ്നമാവോ, ആളുകൾ എന്ത് വിചാരിക്കും. അങ്ങനെ അത്രയും ടെൻഷൻ അടിച്ചാണ് സോണിയ ആദ്യത്തെ നോൺ ഫിക്ഷൻ നോവൽ പുറത്തു കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അതുപോലെയുള്ളൊരു നോവൽ തന്നെ ആയിരിക്കും സോണിയയിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെയല്ല, അതിൽ വേറിട്ട വഴിയിലൂടെയുള്ള മറ്റൊരു നോവൽ. ഈ ഷീല പറഞ്ഞതിന് ചോദിച്ചു തുടങ്ങാം നമുക്ക്. ആളുകൾ എന്ത് വിചാരിക്കും സുസ്മേഷ്, ആളുകൾ എന്ത് വിചാരിക്കും? ആളുകൾ വിചാരിക്കുന്നൊന്നും എഴുത്തുകാർ ഇതൊന്നും നോക്കുന്നൊന്നുമില്ല. ആളുകൾ വിചാരിക്കുന്നു എന്ന് നമ്മൾ കരുതാൻ പാടില്ലെന്നാണ് ഞാൻ വിചാരിക്കുക. എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവർ ഒരുപാട് വായിക്കുന്ന ആളുകളാണ്. ലോകത്തെ നമ്മൾ കാണാത്തൊരു പെർസ്പെക്റ്റീവ് കാണുന്നവരാണ്. ധാരാളം സിനിമകൾ കാണുന്നു, മറ്റ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു. വായനക്കാർ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. മാത്രവുമല്ല, ഞാൻ എഴുതുന്നത് അടുത്ത ജനറേഷന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ള ആളുകൾക്കല്ല. അപ്പോൾ ആ ജനറേഷനെ ഇത് ഏതെങ്കിലും വിധത്തിൽ തൊഴാൻ സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇല്ല ഇവരൊന്നും. ഇതൊന്നും അഹങ്കാരത്തിൽ പറയുന്നതല്ല. നമ്മുടെ മുമ്പിൽ എഴുതുന്ന സമയത്ത് വായനക്കാരോ പബ്ലിഷേഴ്സോ ഇല്ല. അവരെക്കുറിച്ച് ആലോചിച്ചാൽ ട്രെൻഡി ആയി പോകും. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകും. ഒരാൾക്കും ഇപ്പോൾ ഈ പറഞ്ഞ ക്വിക്ക് ബൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്വിക്ക് ബൈറ്റ് ആയേക്കാം. പക്ഷെ അതൊന്നും കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിലേക്ക് വരികയില്ല. വൈറലാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ക്രൈം ഫിക്ഷൻ്റെ ഒരു ഓളം വന്ന ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്കൊക്കെ എഴുത്തിൻ്റെ പണി അറിയാവുന്ന ആളുകൾക്ക് ശ്രമിച്ചാൽ ക്രൈം ഫിക്ഷനൊക്കെ എഴുതാം. ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ആത്യന്തികമായിട്ട് ആ അധ്വാനം കൊണ്ട് എന്ത് ഫലം? വായനക്കാർക്കും എഴുത്തുകാർക്കും സൊസൈറ്റിക്കും ലിറ്ററേച്ചറിനും എന്താണ് ഫലം? ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പണി വൃത്തിയായിട്ട് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്താണോ അതിന് വേണ്ട ഹോംവർക്ക് അത് നമ്മൾ ചെയ്യുക, സ്വസ്ഥമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പിന്നെ മുമ്പ് ആദ്യത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞ പ്രോഡക്റ്റ് ആവുന്നൊരു കാര്യം, ഈ എന്ത് കാര്യവും ഉൽപ്പന്നം തന്നെയാണ്, അതിനകത്തൊരു സംശയവുമില്ല. ഈ സർഗാത്മകതയൊക്കെ ആ പണി എടുക്കുന്ന നേരത്തേ ഉള്ളൂ. ഇപ്പോൾ സോണി ആദ്യത്തെ നോവൽ എഴുതിയതിൻ്റെ ടെൻഷനെ കുറിച്ച് ഷീല പറഞ്ഞ ശരിയാണ്. എല്ലാ എഴുത്തുകാർക്കും ഇത് സ്വാഭാവികമാണ്. ഇതെല്ലാം അത് 10 നോവൽ എഴുതിയാലും 500 നോവൽ എഴുതിയാലും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങളൊരു ക്രിയേറ്റീവ് റൈറ്റർ ആവുന്നുള്ളൂ. കാരണം ഇതൊരു ഈസി ജോബല്ല. അപ്പോൾ അതിനുശേഷം ഇത് അച്ചടിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇത് വിപണിയിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞാൽ 2 ലക്ഷ്യങ്ങളാണുള്ളത്. പരമാവധി വായനക്കാരെ കണ്ടെത്തുക, മറ്റൊന്ന് അതിൽ നിന്ന് നമുക്ക് പണം ലഭിക്കുക. സ്വാഭാവികമായിട്ടും അപ്പോൾ അത് പ്രോഡക്റ്റാണ്.
മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു പ്രോഡക്റ്റായിട്ട് മാറും. പക്ഷെ അതിന് തൊട്ട് മുമ്പ് വരെ അതിന്മേൽ ആർക്കും യാതൊരു തരത്തിലുള്ള അവകാശമില്ല. അതിൻ്റെ നന്മകളെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ഒരേ ഒരാൾ ഈ ലോകത്തുള്ളൂ, അത് നമ്മൾ മാത്രമാണ്, എഴുതുന്ന ആൾ മാത്രമാണ്. ആ സമയത്ത് ആണ് നമ്മൾ ഈ മറുവഴികളിലേക്ക് എത്തുന്നത്. എങ്ങനെ ഇതിനെ വ്യത്യസ്തമാക്കാം, ഞാൻ തന്നെ സഞ്ചരിച്ച മുൻ വഴികളിൽ നിന്ന് എങ്ങനെ മാറി സഞ്ചരിക്കാം. കാരണം എൻ്റെ വായനക്കാർ എൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ട്, അവർ ആ വഴി കണ്ടു കഴിഞ്ഞു, ഞാൻ ഒരിക്കൽ പോയ വഴി. ഞാൻ വീണ്ടും അതേ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ആ വായനക്കാർക്ക് ആ വഴിയെ സഞ്ചരിക്കാനുള്ള കൗതുകം നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് അവർ പുതിയ പാതകൾ ആഗ്രഹിക്കുന്നു, മുന്നേ നടക്കുന്ന ഞാനും. അപ്പോൾ എനിക്ക് എങ്ങനെ മാറാൻ പറ്റും? കാരണം ഒരു ശൂന്യതയിലേക്ക് നോക്കി നമുക്കൊരു റൂട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കൊരു ധാരണ കൃത്യമായിട്ടും ഉണ്ടാവണം, ഒരു ധാരണ ഉണ്ടാവണം. അപ്പം നമ്മളങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആ ലക്ഷ്യത്തെ സുഗമമാക്കുക എന്നുള്ളതാണ് എഴുത്തിൽ ഏറ്റവും പ്രയാസമേറിയ പണി. കാരണം അതിനകത്തുള്ള ദുരിതങ്ങൾ പറഞ്ഞാൽ വായനക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ വരുന്ന ആളുകൾ, ഒരു യാത്രയാണെന്ന് കരുതുക, നമ്മുടെ പിന്നാലെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അവർക്ക് ആ യാത്ര ബുദ്ധിമുട്ടാകും. അപ്പോൾ ആ യാത്രയെ സുഗമമാക്കി തീർക്കുക എന്നുള്ളതാണ് മുന്നേ പോകുന്ന ആളുടെ അല്ലെങ്കിൽ ഒരു ലീഡറുടെ ജോലി. അപ്പോൾ എഴുത്തിലതാണ് നടക്കുന്നത്. എഴുത്തിൽ റൈറ്റർ ഒരു ലീഡറാണ് പലപ്പോഴും. അയാളുടെ വായനക്കാർ അയാളുടെ പിന്നാലെ വരുന്നത് എളുപ്പമുള്ളൊരു വഴിക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ എളുപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ പറയുന്ന പൾപ്പ് ഫിക്ഷനോ അല്ലെങ്കിൽ ഈ ക്വിക്ക് ബൈറ്റായിട്ട് വരുന്ന ലിറ്ററേച്ചറോ അല്ല. എളുപ്പമെന്ന് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ബുദ്ധിയെയും അവൻ്റെ ചേതനയെയും അവൻ്റെ അതുവരെയുള്ള വിദ്യാഭ്യാസത്തെയും ഒക്കെ അട്ടിമറിക്കുന്ന വിധത്തിലോ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലോ ഒരു വഴി അവൻ്റെ മുൻപിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് വായനക്കാരന് സുഗമമായിട്ട് മാറാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് ഫിക്ഷൻ റൈറ്റിങ്ങിനകത്ത് നമ്മൾ ചേർക്കുന്ന രസക്കൂട്ടുകൾ. അതാണ് വായനക്കാരിലേക്ക് എത്തുന്നത്. അതെ, ഷീല പറയുന്നതിന് അത് കൂട്ടി പറയാം. ഒപ്പം തന്നെ ഞാൻ ഒന്നും കൂടെ ഷീലയോടും കൂടെ ഉള്ള ചോദ്യം കൂടെ ഇങ്ങ് പറഞ്ഞേക്കാം. ഈ സമൂഹവും ലൗകിക ലോകവും ഒക്കെ വെച്ച് നീട്ടുന്ന അനവധി പ്രലോഭനങ്ങളെല്ലാം തന്നെ വേണ്ട എന്ന് വെച്ചിട്ട് ഇതൊന്നും തന്നെ അതിൻ്റെതായ രീതിയിൽ അനുഭവിക്കാൻ യോഗമില്ലാത്തൊരു വിഭാഗമാണ് എഴുത്തുകാർ. എവിടെ ഏത് രീതിയിലാണെങ്കിലും ഒരു 100% മാനസികമായ ഉല്ലാസത്തോടുകൂടെ ഒരിക്കലും തന്നെ ഒരു സ്ഥലത്തും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മനസ്സിനകത്ത് അത്രയും സംഘർഷം എപ്പോഴും പേറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ. ഇവർ ഈ കാണുന്ന ഇവരുടെ വീക്ഷണങ്ങളെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കുന്നതാണ്. ഇത് എനിക്ക് തോന്നാനുള്ള കാരണം, വായിക്കുന്ന സമയത്ത് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ എഴുത്തുകാർ, നമ്മളൊരു പുസ്തകം വായിക്കുന്ന സമയത്താണ് ഈ എഴുത്തുകാരൻ അയാളുടെ വിചാരിച്ചു കൂട്ടിയതിൻ്റെ ഒരു 20% പുസ്തകത്തിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി 80% ഇയാളുടെ മനസ്സിലുണ്ടല്ലോ. ഇതെല്ലാം ഇങ്ങനെ ഈ മനുഷ്യന് ഇത്രയും കാലം, അല്ലെങ്കിൽ ഈ എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആയിക്കോട്ടെ, ഇത്രയും കാലം ഇതെല്ലാം വലിച്ചു വേറിക്കൊണ്ടാണല്ലോ ജീവിക്കുന്നത് എന്ന് പറയുന്നത്. നിന്ന് നിപ്പിൽ മരിച്ചു പോയതിൽ ഒന്നും പറയാനുണ്ടാവില്ല. അത്രയും എന്താ പറയുക, ചിന്തകളുടെ, വേദനകളുടെ, ഈ മറ്റ് പ്രശ്നങ്ങളുടെ എല്ലാം കൂടെ എല്ലാ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും വേണ്ടതിനോ വേണ്ടാതിനോ ആയിക്കോട്ടെ പിടിച്ചു വലിച്ചങ്ങ് എടുത്ത് തലയിൽ വെക്കുന്ന ഒരു വിഭാഗം. എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് സുസ്മേഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വാചകത്തിനായിട്ടുള്ള അലച്ചിൽ, വർഷങ്ങളോളമുള്ള അലച്ചിലുകൾ അത് മേ ബി ഉണ്ടായേക്കാം. ഷീലയാണ് പറയേണ്ട ഉത്തരം. നേരത്തെ സുസ്മേഷ് പറഞ്ഞതൊന്ന് പൂർത്തിയാക്കിയിട്ട് പറയാം. എനിക്ക് തോന്നുന്നു സുസ്മേഷ് ഉദ്ദേശിച്ചത് ക്രൈം ഫിക്ഷൻ മോശമാണെന്നൊന്നും അല്ല. കേട്ടപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിലല്ല സുസ്മേഷ് പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും ഈ ക്രൈം ഫിക്ഷൻ എഴുതുന്നവർക്കും ഈ ലോകത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ടിട്ടുള്ളത് ക്രൈം ഫിക്ഷനാണ്. ക്രൈം ഫിക്ഷൻ നമുക്കറിയാം, അത് നമ്മൾ ഒരു ഫിക്ഷൻ, ഒരു നോവൽ ഓരോരുത്തരും വായിക്കുന്നത് ഇപ്പം അതിൻ്റെ സാഹിത്യ മൂല്യം അറിഞ്ഞുകൊണ്ട് വായിക്കുന്നവരുണ്ടാവാം, അതിലെ കഥ അറിയാൻ വേണ്ടി വായിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അത് തരുന്ന ഒരു പ്രത്യേകമായ ഒരു രസാനുഭൂതി, ക്രൈം ഫിക്ഷനൊക്കെ തരുന്ന ഒരു ത്രില്ല് അതറിയാൻ വേണ്ടി വായിക്കുന്നവരുണ്ടാവാം. അപ്പം ഓരോ രീതിയിലുള്ള വായനക്കാർക്കും അനുസരിച്ചുള്ള ഫിക്ഷൻ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ക്രൈം ഫിക്ഷൻ തന്നെ അത് പുതിയ രീതിയിൽ ക്രൈം ഫിക്ഷനെ സമീപിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് നാളെ ചർച്ച വരുന്നുണ്ട് ബ്ലൂബെറീസ്, നമ്മുടെ ജിസ ജോസിൻ്റെ, അതൊരു കുറ്റാന്വേഷണ നോവലായിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നതെങ്കിലും നമുക്കറിയാം അതൊരു കേക്കിന് മുകളിൽ ഒരു കവിത, തൊരുദത്തിൻ്റെ ഒരു കവിത എഴുതി വെച്ച് വെക്കാനായിട്ട് ഓർഡർ വരുന്ന ഒരു കേക്ക്. അപ്പോൾ ആ കവിത എന്നൊരു അംശം ആ കേക്കിലേക്കും ആ ക്രൈം ഫിക്ഷനിലേക്കും ചേർന്നപ്പോൾ തന്നെ അതൊരു വേറൊരു വഴിയിൽ കൂടെ ആ ക്രൈം ഫിക്ഷൻ യാത്ര തുടങ്ങി. അപ്പോൾ ഈ വേറിട്ട വഴികൾ ഏത് രീതിയിലുള്ള ശാഖയിലും, കൊലപാതകത്തിൽ ഒളിച്ചേറിഞ്ഞൊരു കവിതയായി, തോരുദത്ത് അറിഞ്ഞോ അറിയാതെ അതിൽ പങ്കാളിയായി. അതെ, അങ്ങനെയാണ് ഒരു ഫിക്ഷൻ്റെ ഒരു നന്മ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ലോകത്തിൽ എവിടെയോ ഇരിക്കുന്ന ഒരാളും അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാളും അവരറിയാതെ നമ്മുടെ കൃതിയുടെ ഭാഗമായി ചേരുന്നു എന്നുള്ള ഒരു വലിയൊരു നന്മ വരുന്നുണ്ട്. പിന്നെ എഴുത്തുകാരൻ്റെ വേദന, അതായിരുന്നു ചോദിച്ചതല്ലേ. എനിക്ക് തോന്നുന്നു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്ന് പറയണത്
ആത്യന്തികമായിട്ടൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ എഴുത്തുകാർക്ക് മാത്രമായിട്ട് ഒരുപാട് വേദനകളും യാതനകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എഴുത്തുകാർ ഈ വേദനകളെ അന്യൻ്റെ വേദനകളെ സ്വന്തമായി തന്നെ കാണുന്നു. അങ്ങനെ കാണുമ്പോൾ എഴുത്തുകാർ മാത്രമല്ല, സഹാനുഭൂതിയുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദനകൾ എൻ്റെ വേദനകളായി കാണുമ്പോൾ മാത്രമേ എനിക്ക് ആ അന്യൻ്റെ ദുഃഖത്തെ എനിക്കതിൽ ആ തീവ്രതയോടെ പകർത്തി വെക്കാൻ പറ്റുള്ളൂ. ആ ഒരു അനുഭവമായിരിക്കും. ഇപ്പം ശരിക്കും സഹലിൻ്റെയും സാറയുടെയും കഥ എഴുതി കുറേ ദിവസങ്ങൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അവർ യഥാർത്ഥത്തിലുള്ള ഒരു കഥാപാത്രം, ഒരു മനുഷ്യനാണോ സഹൽ അല്ലെങ്കിൽ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ കഥയിൽ പിറന്ന ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, പലസ്തീൻ ബോർഡറിൽ എത്തി നിൽക്കുന്ന ആ മനുഷ്യൻ്റെ ആ യാതന, അവൻ ആ മറുപുറം കടക്കുമോ, അതിർത്തിക്കപ്പുറം കടക്കുമോ എന്ന ചിന്ത എത്രയോ ഒരാഴ്ചയോളം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അപ്പം നമുക്കറിയാം, അത് കഴിഞ്ഞ നോവലൊക്കെ പുറത്തു വന്ന് 2 വർഷത്തിന് ശേഷമാണ് ഈ പലസ്തീൻ്റെ മേലുള്ള അധിനിവേശത്തിൻ്റെ ഏറ്റവും കരാളമായ കാര്യം നമ്മൾ കാണുന്നത്. അപ്പം ഈ സഹലിനെ പോലെ അനേകായിരം ആളുകൾ ഈ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ വടക്കുനിന്ന് തെക്കോട്ട് പലായനം ചെയ്തിട്ട് വന്ന് കിടക്കുന്നു. അപ്പം എങ്ങനെ ആ മനുഷ്യരുടെ വേദനകൾ നമ്മൾ സ്വന്തമാക്കി, ആ വേദനകൾ നമ്മൾ അനുഭവിക്കുന്നു, ആ അനുഭവിക്കുന്നത് നമ്മൾ പകർത്തി വയ്ക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മറ്റുള്ള ആളുകൾ സ്വന്തം മനസ്സിൽ ഇരുന്ന് നീറുന്ന ചില കാര്യങ്ങൾ നമ്മൾ കടലാസിലേക്ക് പകർത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കഴിയുമ്പോൾ ആ വേദനകളുടെ ഒരു കനം കുറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ എഴുത്തൊരു സാന്ത്വന ചികിത്സയായിട്ട് മാറുന്നുണ്ടാവാം. എങ്കിലും ഈ ഒരു അക്ഷരത്തിന് വേണ്ടി അത് മറ്റ് എല്ലാ പ്രൊഫഷനിലും ഉള്ള പോലെയുള്ള ഒരു വേദന തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വാദം. അത് ശരിവെച്ചു കൊടുക്കാൻ പറ്റുമോ സോണിയ? അങ്ങനെയാണ് അതിനോടുള്ള അഭിപ്രായം? അത് ശരിയാണ്. ആ എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു റൈറ്റർക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എമ്പതിയാണ്. ഒരു എമ്പതി നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുവാണ്. അതിപ്പം ലോകത്തിൻ്റെ ഒരു സൈഡിലുള്ള മനുഷ്യരുടെ മാത്രമല്ല, നമുക്കൊരു യൂണിവേഴ്സൽ, ഒരു പ്രാപഞ്ചിക ഒരു കരുണാബോധം അത് നമുക്ക് വരുന്നുണ്ട്. ഒരു യൂണിവേഴ്സൽ എന്താ പറയുന്നത്, അത് മലയാളിയുടെ മാറിയ വിഷൻ്റെ തന്നെ ഭാഗമായി. ഇപ്പം ലോകലിൻ്റെ മറുവഴികൾ എന്ന് പറയുകയാണല്ലോ. പണ്ടത്തെ എഴുത്തിലൊക്കെ നമുക്ക് നമ്മുടെ അയൽക്കാരൻ്റെ വീട്ടിൽ, നമ്മുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടിയുടെ ഒരു സങ്കടങ്ങളായിരുന്നു, അല്ലെ നമുക്ക് ഫിസിക്കലായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ എഴുത്തൊന്ന് നോക്കിയാൽ ഇപ്പം മലയാളത്തിലെ ലിറ്ററേച്ചർ, നോവൽ സാഹിത്യം, ഇപ്പം വരുന്ന ഹരിദാസാവിത്രിയുടെ ഇത്തവണ അവാർഡ് കിട്ടിയ നോവൽ, അത് ശരിക്കും ഒരു എന്താ പറയുന്ന, ഏതോ കുർദെന്ന് പറയുന്ന ഒരു നാട്ടിലെ മനുഷ്യരുടെ അവരുടെ സങ്കടങ്ങൾ നമ്മൾ ഫീൽ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഷീലയുടെ പലസ്തീൻ അതുപോലെ തപോമയുടെ അച്ഛൻ രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥയാണ്. അത് ഏതോ നാട്ടിൽ നടക്കുന്ന മനുഷ്യരുടെ സങ്കടം നമ്മൾ നമ്മുടെ സങ്കടമായിട്ട് ഫീൽ ചെയ്യുകയാണ്. അത് എഴുത്തിൻ്റെ ഒരു മാറിയ രീതിയാണ്. പ്രത്യേകിച്ച് മലയാളിയുടെ ചക്രവാളം, അല്ലെ മലയാളിയുടെ ആ കാഴ്ച പരിധി വികസിക്കുകയാണ്, അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പം പണ്ട് നമ്മൾ പറയുമായിരുന്നു, അതിനകത്ത് ഇത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. അതിപ്പോൾ ഈ പാവങ്ങളുടെ ട്രാൻസ്ലേഷൻ തൊട്ട് നാലപ്പാട് നാരായണമേനോൻ തൊട്ട് നമ്മുടെ ഒരു കരുണയുടെ പാഠപുസ്തകമായിരുന്നു ശരിക്കും പാവങ്ങൾ. വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലോകത്തിൽ ഏതെങ്കിലും ഒരു ദരിദ്രനായ മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നോവൽ അയാളുടെ വീട്ടിൽ പോയിട്ട് വാതിൽ മുട്ടും. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഓരോ വീട്ടിലും അത് വാതിൽ മുട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രാപഞ്ചിക കരുണാബോധത്തെ വളർത്തിയെടുക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മാതൃഭൂമിയുടെ തന്നെ റിപ്പബ്ലിക്കൻ പതിപ്പിൽ മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട കഥകൾ, ഏതൊക്കെ നാട്ടിലെ കഥകളാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ആ ശ്രീകൃഷ്ണ ആലനഹള്ളിയുടെ നോവൽ വന്നുകൊണ്ടിരുന്ന കാലം, ഭുജങ്കയുടെ ദശാവതാരം, ആശാപൂർണാദേവിയുടെ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ലോകത്തിലെ ഏത് മൂലയിലുള്ള വീട്ടിൽ നടക്കുന്ന കാര്യമാണെങ്കിലും അത് നമ്മൾക്ക് ഫീൽ ചെയ്യുകയാണ്. ഒരു മാറിയ ഒരു ബോധത്തിലേക്ക് നമ്മൾ മാറുവാണ്. അതായത് ഒരു ഉഴുതുമറിച്ച, ഇത് പെട്ടെന്ന് വന്നൊരു മാറ്റമൊന്നുമല്ല. കാരണം നമ്മുടെ പരിവർത്തന പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞ ഒരു നല്ല ടോപ്പിക്കാണ്. മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ഈ മാറ്റങ്ങൾ പെട്ടെന്ന് വന്നല്ലോ. ഒരു ഉഴുതുമറിച്ച ഒരു കരുണയുടെ കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച ഒരു മണ്ണിലേക്കാണ് ഈ മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ നല്ലതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കില്ല? എല്ലാ മാറ്റങ്ങളും നല്ലതാണ്. കാരണം മാറ്റങ്ങൾ നല്ലതിനാണ്. അതിനെ നമ്മൾ ടെൻഷനായിട്ട് കാണുമല്ല വേണ്ടത്, അതിനെ പീസ്ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക വേണ്ടത്. അപ്പം പക്ഷേ ഈ മാറ്റങ്ങൾ, ഈ എന്താ പറയുന്ന ഈ പ്രവാഹങ്ങൾ എല്ലാം എന്തെങ്കിലും ഒന്നിനെ, പ്രവാഹം എന്ന് പറഞ്ഞാൽ കുത്തൊഴുക്കാണ്, അതെല്ലാം എന്തെങ്കിലും ഒന്നിനെ ഒന്ന് മാറ്റി മറിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ മാറ്റങ്ങൾ നല്ലതാണ്. ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ പറയട്ടെ. ഈ പറഞ്ഞ ലിസ്റ്റ് വളരെ അപൂർണമാണ് കേട്ടോ, ഇനി ഒത്തിരി വരാനുണ്ട്. മഹേശ്വര ദേവിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അല്ലേ, നമ്മളെ സ്നോ ലോട്ടസിലാണെങ്കിലും ഞാൻ പറയാൻ ശ്രമിച്ചത് ഒരു ടിബറ്റൻ ഭൂമികയിലെ മനുഷ്യരുടെ സങ്കടങ്ങളാണ്. ഏതോ നാട്ടിലിരുന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സോളിയോക്കി, ആത്മകഥം, ആത്മഭാഷണം
നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് പ്രധാനപ്പെട്ടതായിട്ട് മാറും. അത് ആ നോവൽ അങ്ങനെ സ്വീകരിപ്പിക്കപ്പെട്ടു. ഷീല പറഞ്ഞ ടെൻഷനായിരുന്നു, അത് സ്വീകരിക്കുമോ, എൻ്റെ ഒരു ടെൻഷൻ അതായിരുന്നു. അങ്ങനെ ഇത്രയും നാട്ടിൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് കിടക്കുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഒരു മാറിയ ഒരു പ്രാപഞ്ചിക കരുണാബോധത്തിലേക്കാണ് അത് വന്നതെന്നുള്ളതാണ്. അത് കാലം കൊണ്ടുള്ള മാറ്റമാണ്. എല്ലാ മാറ്റങ്ങളും നല്ലതിനാണ്. അത്രയും പറയാൻ. 3 പേരോട് നമുക്കിപ്പോൾ സമയം വാണിയും കിട്ടി. എന്നാലും എനിക്ക് 3 പേരോട് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അത് എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ചോദ്യമാണ്. പിന്നെ നിങ്ങളുടെ കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ വിയോഗമോ അല്ലെങ്കിൽ ഗതികേടോ ഓർത്തിട്ട് നിങ്ങൾക്ക് കരച്ചിൽ വന്നിട്ടുണ്ടോ? അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് ആ കഥാപാത്രത്തെ നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ അയാളെ പറ്റി പറയുന്ന സമയത്ത് അയാളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് ഉത്തരം പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എഴുത്തുകാരൻ കടന്നു പോകുന്നത് ഇങ്ങനെ ഒറ്റ വാക്കിലോ 1-2 മിനിറ്റിലോ വിശദീകരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെ അവസ്ഥകളിലൂടെ അല്ല. ഒട്ടും നിസ്സാരമല്ല അത് നമ്മൾ കഥാപാത്രങ്ങളെ അല്ല കാണുന്നത്. അവിടെ എഴുതുന്ന സമയത്ത് എഴുത്തുകാരൻ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിൽ കഥാപാത്രങ്ങളോ സാഹചര്യങ്ങളോ അല്ല ഉള്ളത്. ആത്യന്തികമായിട്ടും മനുഷ്യൻ നേരിടുന്ന മനുഷ്യൻ്റെ വ്യഥകൾ മാത്രമേ ഉള്ളൂ. അത് നിറമില്ല, ജാതിയില്ല, ഭാഷയില്ല, ഒന്നുമില്ല. അവിടെ ഈ വികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വികാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം പല കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറും. ഞാൻ എഴുതുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം വായിക്കുന്ന മറ്റൊരാൾക്ക് ചിരി വരികയുള്ളൂ. ഞാൻ എഴുതുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് എങ്കിൽ മാത്രമേ വായിക്കുന്ന ഒരാൾക്ക് കണ്ണ് നിറയുകയുള്ളൂ. അപ്പോൾ ആ വികാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒട്ടും അതിനെ നമുക്കിങ്ങനെ വിവരിക്കാൻ കഴിയില്ല. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞിട്ട് സ്ക്രീൻ കാണാൻ പറ്റാതാവുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലാവുമെന്ന് നമുക്കറിയാൻ പറ്റാറുണ്ട്. നമ്മൾ ഫെയിൻ്റായി വീഴുമോ എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില എഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മൊത്തം ശരീരത്തിൽ നിന്ന് ഈ വാമ്പയർ ലിറ്ററേച്ചറിലൊക്കെ പറയുന്ന പോലെ രക്തം മുഴുവൻ ഊറ്റി കുടിച്ചു കഴിഞ്ഞിട്ടോ വീഴുന്ന ഒരു ശരീരം പോലെ നമ്മൾ വീണു പോകുന്ന അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ തമാശ പോലെയോ എഴുത്തുകാർ സ്വയം ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് മറുപടി പറയാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം നമ്മൾ വേറൊരു വിധത്തിൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത്, എനിക്ക് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് ഇത് അനുഭവിക്കുന്നുണ്ട്. സത്യമാണ് സുസ്മേഷ് പറഞ്ഞത് സത്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സഹലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതുപോലെ എൻ്റെ വല്യ എന്ന നോവൽ എഴുതിയപ്പോൾ ഒരു പല 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 സമയങ്ങളിൽ കരഞ്ഞുകൊണ്ട് തന്നെ എഴുതിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു പിന്നീട് നമ്മൾ നോവൽ എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കാഴ്ചയില്ലാത്തൊരു കൂട്ടുകാരെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അവൾ ദുബായിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സൂം ഇതിൽ വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് ഞാൻ വായിക്കണ സമയത്ത് പോലും ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളത് എഴുതുന്ന സമയത്ത് അത്രത്തോളം വേദന നമ്മൾ അറിയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ കഥ പറയുന്നില്ല. സുഷ്മേഷ് ചന്ദ്രോത്ത് ഒരുപാട് കാലമായിട്ട് നമ്മൾ കേൾക്കുന്നൊരു പേരാണ്. ഷീല ടോമിയ ഒരു വ്യാഴവട്ടായിട്ടെങ്കിലും നമ്മൾ ഏറിയും കുറഞ്ഞൊക്കെ പരിചയമുള്ളൊരു പേരായിരുന്നു. പക്ഷേ ഈ സോണിയ ചെറിയാൻ എന്നുള്ളത് ഒരു മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ അലസമായിട്ട് വായിച്ച് ചായയും കുടിച്ച് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മാൻകുരുന്നിനെ മുലയൂട്ടുന്നവർ അത് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ ആ ചായക്കപ്പ് താഴെ വെച്ച് ആ ഒന്നും കൂടി നേരെ ഇരുന്ന് എടാ ഇത് കൊള്ളാലോ എന്നുള്ള രീതിയിൽ നമ്മൾ വായിച്ചു തുടങ്ങിയതാണത്. അപ്പോൾ ഈ ബാരക് ലിറ്ററേച്ചർ നമ്മൾ നന്ദനാരും കോവിലിനും ഒക്കെ ധാരാളം എഴുതി പരിചയമുണ്ടെങ്കിലും അതിലൊക്കെ ഒരു സങ്കടം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നിരുന്നു. പക്ഷേ ഇത് അങ്ങനെയായിരുന്നില്ല. ഇത് വളരെ വളരെ ഈ ഇന്നസെൻ്റ് പറയുന്ന പോലെ എനിക്ക് കൊതിയായിട്ട് പാടില്ല കെൻഡേജ് ചാടി ചാവാൻ എന്ന് പറയുന്ന പോലെ എനിക്ക് നാളെ പോയി പട്ടാളത്തിൽ ചേരണം, യുദ്ധമുഖത്ത് പോകണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലുള്ളൊരു എഴുത്തായിരുന്നു. അപ്പോൾ ഇത്ര മറ നീക്കി പുറത്തു വരാൻ ഇത്ര വൈകിയതെന്തേ, ഇത്ര കാലം എവിടെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹലോ, സുസ്മേഷ് ചന്ദ്രോസ് പറഞ്ഞു എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അത് പക്ഷേ നമ്മൾ സർവീസിലായിരിക്കുമ്പം ഞാനിപ്പം തന്നെ അതിൻ്റെ കാരണം പറഞ്ഞു. അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി. സർവീസിലായിരിക്കുമ്പം രാവിലെ PT, പിന്നെ OPD മിലിറ്ററി ഡോക്ടറാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിൽ ഗെയിംസ്, പിന്നെ നൈറ്റ് പരേഡ് ഉണ്ടാകും ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യൽ ഡിന്നർ ഉണ്ടാകും. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കിട്ടുന്ന ചുരുങ്ങിയ സമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പം മക്കള് അന്യനാട്ടിലല്ലേ വളരുന്നത്. അപ്പം രണ്ടുപേർക്കും അത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ അവർക്ക് ഓക്സിജൻ്റെ പ്രോബ്ലം ഉണ്ടാകും. കാരണം പഹാടികളെ പോലെ അവർക്ക് അതിൻ്റെ അനുകൂലനങ്ങളൊന്നുമില്ലല്ലോ. അപ്പം നന്നായിട്ട് പൊതിഞ്ഞ് പിടിക്കേണ്ടി വന്നു കുഞ്ഞുങ്ങളെ. അതുപോലെ ഓരോ സ്കൂളിൽ നിന്ന് ഓരോ സ്കൂളിലേക്ക് വരുമ്പോഴും അവർ റോ ആയിട്ട് ഫേസ് ചെയ്യുക നാട്ടിനെ. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നാഗാലാൻഡിലൊക്കെ അവർക്ക് അടുത്തുള്ള കുട്ടി കൊണ്ടുവരുന്നത് പുഴുവിനെ വറുത്തതായിരിക്കും. പക്ഷെ നേരെ യു പിയിലേക്ക് പോവുകയാണ്, മുട്ട പൊരിച്ചത് കൊടുത്തു വിടുമ്പോഴത്തേക്കും ചോദിക്കുകയാണ് എന്ത് നോൺ വെജ് കൊണ്ടുവന്നേ. അങ്ങനെ മറ്റേ അവരുടെ കളിസ്ഥലങ്ങളിലും അവരുടെ സ്കൂളുകളിലൊക്കെ അവർ റോ ആയിട്ട് ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ അവരെ നന്നായിട്ട് പൊതിഞ്ഞു പിടിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയിട്ടും അതിനും സമയം തികയുന്നില്ല. പക്ഷെ ഒരുപാട് വായിച്ചിട്ടുണ്ട് കിട്ടുന്ന നേരത്തിനൊക്കെ. പിന്നെ നമ്മൾ ഈ ടെമ്പററി ഡ്യൂട്ടി ഒക്കെ പോകുമ്പോൾ വായിക്കും. പിന്നെ കാണുന്ന ആൾക്കാരെയൊക്കെ പടം വരച്ച് വെക്കും. അതിൻ്റെ കവിതകളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിടും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്തിൻ്റെ കുറവ് തന്നെയായിരുന്നു. അതും കൂടെ പറയാമെന്ന് വെച്ചു. എക്സ്ക്യൂസ് മീ, ഞാൻ ഇത് നിങ്ങൾ പറയുന്നത് കേട്ടതിൽ മനസ്സിലാവുന്നത് നിങ്ങളെല്ലാവരും റീഡേഴ്സിനെ പറ്റി വളരെ ബോധേഡാണെന്നാണ് മനസ്സിലായത്. കാര്യം പലരും പറഞ്ഞത് വായനക്കാർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അത് സത്യത്തിൽ സുസ്മേഷ് മാത്രമേ ഇത് പറഞ്ഞുള്ളൂ. എല്ലാ കലാകാരനും എഴുത്തുകാരനും എല്ലാ ആർട്ടിസ്റ്റും സത്യത്തിൽ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ വ്യാപരിക്കുന്നത് അവരവരുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. അല്ലാതെ വായനക്കാർക്കോ കാഴ്ചക്കാർക്കോ ചിത്രങ്ങൾ കാണുന്നവർക്കോ വേണ്ടിയല്ല. നമ്മുടെ പ്രധാനപ്പെട്ട സംതൃപ്തി നമ്മുടെ സ്വയം സംതൃപ്തിയാണ്. അത് സുസ്മേഷ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം ഇപ്പം സമയമില്ല. അതുപോലെ വായനക്കാരെ നിങ്ങൾ കൂടുതൽ മൈൻഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് യു ലീവ് സം ടൈം ഫോർ ദ ഓഡിയൻസ് ടു റിയാക്ട് വിത്ത് യു ഗൈസ്. ദാറ്റ് ഈസ് നെവർ ഗിവൺ. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറയണുണ്ട് വായനക്കാർ വലിയ ആനയാ ചൈനയാണെന്ന്. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം കൂടെ കേൾക്കണ്ടേ? നമ്മൾ വൈ ഷുഡ് ബി ബോദർ അബൌട്ട് ദ റീഡേഴ്സ്. നമ്മളെല്ലാവരും എഴുതുന്നത് നമ്മുടെ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. വി ആർ ദ ഫസ്റ്റ് അപ്രീഷിയേറ്റേഴ്സ് ഓഫ് എനി ക്രിയേറ്റീവ് വർക്ക്, റൈറ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും. പിന്നെ ഈ മോഡേൺ കാര്യങ്ങളെ പറ്റി ഇപ്പോൾ വൈറലാവുന്നു എന്നൊക്കെ പറയുന്നു. നമ്മുടെ അവിടെ അടുത്ത് മരിച്ചുപോയ വാസുവേട്ടൻ MT, അദ്ദേഹം മോഡേൺ യാതൊരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അല്ല, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വലിയൊരു ചോദ്യം ഇല്ല. ഞാൻ ഇത്രേ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അതിന് ഞാൻ ഒരു വാക്കിൽ ഒരു മറുപടി പറയട്ടെ. ഞാൻ എന്താ പറയുന്നത്, അത് ശരിയാകുമോയെന്നറിയില്ല. എനിക്ക് മനസ്സിൽ വന്ന ഒരു കവിത, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരർക്ക് സുഖത്തിനായി വരയണം എന്നുള്ള ഒറ്റ ഒരു വാക്ക് അത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.